നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ മഴ കനത്തു, തീരപ്രദേശങ്ങൾ വെള്ളത്തിൽ. ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഡീഷണൽ SI നാരായണ നായിക്കിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കാസർഗോഡ് പള്ളത്തൂർ പാലത്തിലാണ് നാരായണ നായിക്ക് ഒഴുക്കിൽപ്പെട്ടത്. RSSനെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുൻ അഖിലേന്ത്യാ പ്രചാരക് സുധീഷ് മിന്നി. പുല്ലൂർപെരിയയിൽ സുശീല ഗോപാലൻ ഹൌസിംഗ് കോളനിയിൽ കുടിൽ കെട്ടിയവർക്ക് നമ്പർ കിട്ടിയില്ലെന്ന ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. മടിക്കൈ പഞ്ചായത്ത് വികസന സെമിനാർ 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. മഴ കനത്തു, കാഞ്ഞങ്ങാട് നഗരത്തിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറി. തുടർച്ചയായി പെയ്ത മഴയിൽ കാഞ്ഞങ്ങാട് ടൗണിന്റെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഞായറാഴ്ച പെയ്ത തുടർച്ചയായ മഴയിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി. വെള്ളം നിറഞ്ഞതോടെ വാഹന ഗതാഗതവും ദുഷ്കരമായി. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനട യാത്രികർ ദുരിതത്തിലായി. ഫുട്പാത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. കനത്ത മഴയിൽ ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കർക്കിടകത്തിന്റെ വരവോടെ ജില്ലയിൽ ശക്തമായി പെയ്യുന്ന മഴ നിരവധി നാശനഷ്ടങ്ങളുണ്ടാക്കി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. തളങ്കര ഹാർബർ, അടുക്കത്ത് ബയൽ, ചെമ്മനാട് എന്നിവിടങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറിയതിനാൽ യാത്രാ ദുരിതം ഏറിയിരിക്കുകയാണ്. നെല്ലിക്കുന്ന് പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും പാലവും റോഡുകളും തകർന്ന നിലയിലാണ്. മിക്ക സ്ഥലങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് കലക്ടർ തിങ്കളാഴ്ച അവധി നൽകിയിരുന്നു. പലയിടത്തും പോസ്റ്റുകൾ പൊട്ടിവീണ് വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. മരങ്ങൾ റോഡിന് കുറുകെ വീണ് മിക്ക സ്ഥലങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടർന്നാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും സാധ്യതയേറെയാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുമ്പള പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI നാരായണ നായിക്കിനെ കണ്ടെത്താനായില്ല. ശനിയാഴ്ച വൈകിട്ട് പള്ളത്തൂർ പാലത്തിലാണ് നാരായണ നായിക്കിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുമ്പള പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI നാരായണ നായിക്കിനെ ഇനിയും കണ്ടെത്താനായില്ല. കണ്ണൂരിൽ നിന്നുമെത്തിയ അഗ്നിസേനാ വിഭാഗവും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മഴയുടെ ശക്തി വർദ്ധിച്ചതോടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയാണ്. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു പള്ളത്തൂർ പാലത്തിൽ വെച്ച് നാരായണ നായക്ക് ഒഴുക്കിൽപ്പെട്ടത്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കും ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. പള്ളത്തൂർ മുതൽ കൊട്ടിയാടി പാലം വരെ നാട്ടുകാർ തെരച്ചിൽ നടത്തിയിരുന്നു. നേവിയുടെ സഹായവും തെരച്ചിലിനായി തേടിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ്, DYSP TP രഞ്ജിത്ത്, CI A. സതീഷ് കുമാർ, ആദൂർ SI ദയാനന്ദൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മറവിൽ RSS സംഘപരിവാർ സംഘടനകൾ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ RSS അഖിലേന്ത്യാ പ്രചാരക് സുധീഷ് മിന്നി പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വത്തെക്കുറിച്ച് വീമ്പിളക്കുന്ന കോൺഗ്രസ് CPM-നെ തകർക്കാൻ RSS-നെ പ്രീണിപ്പിക്കുകയാണെന്ന് സുധീഷ് മിന്നി പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരിയിൽ DYFI നോർത്ത് കോട്ടച്ചേരി പടിഞ്ഞാറേക്കര യൂണിറ്റുകൾ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ശരീരത്തെ എടുത്തുകൊണ്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എവിടെയൊക്കെ ഹൃദയാലിംഗനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ജന്മിത്വത്തിനെതിരായി എവിടെയൊക്കെ ശബ്ദങ്ങൾ ഒരു വിപ്ലവഘാതകളായി ഉയർന്നു പൊങ്ങിയിട്ടുണ്ടോ, അവിടെയൊക്കെ സഖാവേ എന്ന് വിളിച്ചിട്ടില്ലേ? ആ മന്ത്രം ഒരു വേദധ്വനി പോലെ നൂപുര ആകാശങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ടില്ലേ? അപ്പൊ ആ വിളിക്ക് ഒരു കൂടപ്പിറപ്പിന്റെ രക്തത്തിന്റെ ഗന്ധമുണ്ട്. ആ വിളിക്ക് ഒരു സൗഹൃദത്തിന്റെ സ്നേഹമുണ്ട്. ആ വിളിക്ക് ജാതിമത വേദകങ്ങൾക്കപ്പുറത്ത് ഒരു ചിന്തയുണ്ട്. ആ വിളിക്ക് അതിനൊരു നൈർമല്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ 25 വർഷമെടുത്തു ഞാൻ. വിശദീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം M. പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ OK വാസുവേട്ടൻ
അതുപോലെ തന്നെ സുധീഷ് മിന്നി, കണ്ണൂരിലെ അശോകൻ, അങ്ങനെ നിരവധി പ്രവർത്തകന്മാർ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരക്കാൻ വേണ്ടി തയ്യാറായി. AV സഞ്ജയൻ, KP ബാലൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സുശീല ഗോപാലൻ ഹൗസിംഗ് കോളനിയിലെ കുടിലുകൾക്ക് താൽക്കാലിക നമ്പർ നൽകാത്തതിൽ പ്രതിഷേധം. CPIM സുശീല ഗോപാലൻ നഗർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാലിങ്കാലിൽ നമ്പ്യാറടുക്കത്തെ സുശീല ഗോപാലൻ ഹൗസിംഗ് കോളനിയിൽ വർഷങ്ങളായി കുടിൽ കെട്ടി താമസിക്കുന്നവർക്ക് താൽക്കാലിക നമ്പർ അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതരുടെ സമീപനം ഇരട്ടത്താപ്പാണെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് അധികാരികൾ സ്ഥലം സന്ദർശിക്കുകയും രേഖകൾ പരിശോധിച്ചതുമാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് CPIM പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പതിനേഴ് കുടുംബങ്ങളാണ് ഇവിടെ കുടിൽക്കെട്ടി താമസിച്ചു വരുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു 6-7 മാസക്കാലം മുമ്പ് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് അധികാരമുണ്ട്. ആ അധികാരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത് ആ പഞ്ചായത്തിനകത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ നമ്മളെ ഓരോരാളെയും തെരഞ്ഞെടുക്കുന്നത്. CPIM ലോക്കൽ സെക്രട്ടറി MV നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ, M കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി മണിക്കുട്ടി ബാബു സ്വാഗതം പറഞ്ഞു. നീലേശ്വരം സീനറ്റിന് പുതിയ ലോഗോ. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. സീനറ്റ് ഹാളിൽ നടന്ന ലോഗോ പ്രകാശന ചടങ്ങിന് തുടക്കം കുറിച്ച് സീനറ്റ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ K രഘുനാഥൻ സ്വാഗതം പറഞ്ഞു. സീനറ്റ് ചെയർമാൻ M ശ്രീധരൻ ചടങ്ങിലെ അധ്യക്ഷനായിരുന്നു. വാർത്താമാധ്യമ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് പ്രാദേശിക ചാനലുകളെന്ന ലോഗോ പ്രകാശനത്തിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ പറഞ്ഞു. മാധ്യമ രംഗത്തിന്റെ വരവോടുകൂടി ഒട്ടേറെ അപ് ടു ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, ഈവൻ നഗരങ്ങളുടെ ചില പ്രദേശങ്ങളിൽ തലയിൽ നടന്നിരിക്കുന്ന ന്യൂസുകൾ അറിയണമെങ്കിൽ തീർച്ചയായും രാവിലെ 8 മണിക്ക് 7 മണിക്കും 8 മണിക്കും എത്തുന്ന ന്യൂസ് പേപ്പറുകൾ അത് വീടുകളിലും മറ്റു പ്രദേശങ്ങളിലേക്കും വൈകുന്നേര സമയങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ന്യൂസുകളെ കുറിച്ച് ധാരണ ഉണ്ടാകുന്നത്. വാർത്താമാധ്യമ രംഗത്തെ പുത്തൻ പ്രവണതകളെ സ്പർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് ശേഷം CI KE പ്രേമചന്ദ്രൻ ലോഗോ പ്രകാശനം ചെയ്തു. ചേരും കടലിലെ ചിത്രീകരണത്തോടൊപ്പമുള്ള അവതരണ ഗാനവും ലോഗോ പ്രകാശനവും കയ്യടികളോടെയാണ് സദസ്യർ സ്വീകരിച്ചത്. ലോഗോ രൂപകൽപ്പന ചെയ്ത വിജേഷ് കാലിക്കടവിനും അവതരണ ഗാനം രചിച്ച സീനറ്റ് ചാനലിന്റെ മാനേജർ കൂടിയായ സന്തോഷ് പുതുക്കുന്നിനും CI KE പ്രേമചന്ദ്രൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. CIO സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു. കേബിൾ TV രംഗത്ത് CIO നേടിയ നേട്ടങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. പ്രാദേശിക ചാനലുകളിലൂടെ ജനങ്ങളുമായി നന്നായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും CIOക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മയിച്ചിയിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ട മയിച്ചിയിലെ രജിനുള്ള CIOയുടെ സഹായധനം NH അൻവർ സഹായ കമ്മിറ്റി ചെയർമാൻ MP പത്മനാഭന് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹരീഷ് P നായർ, CIO ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, നീലേശ്വരം പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് M സുധാകരൻ, കിനാനൂർ കരുന്നല പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോമസ്, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, കാസർഗോഡ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ MR അജയൻ എന്നിവർ സംസാരിച്ചു. സീനറ്റ് ഡയറക്ടർ P ശ്രീനിവാസൻ നന്ദി പറഞ്ഞു. UDF വിജയം ഉറപ്പാക്കാൻ രംഗത്തിറങ്ങുമെന്ന് CMP പോളിറ്റ് ബ്യൂറോ അംഗം CA അജീർ പറഞ്ഞു. CMP ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് CMP പ്രവർത്തകർ സജ്ജരാകാൻ CMP ജില്ലാതല കൺവെൻഷനുകൾ തുടങ്ങി.
UDFനെ വിജയിപ്പിക്കുവാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം CA അജീർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ പാർലമെന്റിൽ കൂട്ടായി പ്രതിപക്ഷത്തിന്റെ ശബ്ദമുയർത്താൻ സാധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മോഡി കെട്ടിപ്പൊക്കിയ അഴിമതി വിരുദ്ധ മറ എന്ന് പറയുന്നത് വെറും കാപട്യമാണെന്നും അതുകൊണ്ട് തന്നെ മോഡി ലോകരാഷ്ട്രങ്ങളിലേക്ക് കടന്നുപോയി കോർപ്പറേറ്റുകളെ ഇന്ത്യക്ക് അടിയറവെക്കാനുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കീഴിൽ ഇന്ത്യയെ അടിയറവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. അത് ഓരോ മേഖലയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. വി കമ്മാരൻ അധ്യക്ഷനായി. VK രവീന്ദ്രൻ, B സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർപ്പെരിയയിലെ കുടുംബശ്രീ CDS 17ാം വാർഷികാഘോഷം അമ്പലത്തറയിൽ നടന്നു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുല്ലൂർപ്പെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 17ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രേമസുധ അധ്യക്ഷയായി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സുനു ഗംഗാധരൻ, C രാജൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, V നാരായണൻ മാസ്റ്റർ, AV നാരായണൻ, മുസ്തഫ പാറപ്പള്ളി, CDS ചെയർപേഴ്സൺ K രാധിക, ശ്രീജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കും കുട്ടികൾക്കും കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ മജീദ് ചെമ്പരിക്ക ഉപഹാരം നൽകി. 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മടിക്കൈ പഞ്ചായത്ത് വികസന സെമിനാർ ജൂലൈ 21-ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടക്കും. 20 വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ അവലോകനവും നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മടിക്കൈ പഞ്ചായത്തിലെ വരുന്ന 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ വികസന സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടും. സെമിനാറിന്റെ ഉദ്ഘാടനം കില ഡയറക്ടർ ഡോക്ടർ VP ബാലൻ നിർവഹിക്കും. കരട് വികസന രേഖ ചർച്ചയ്ക്കായി അവതരിപ്പിക്കും. 95 മുതൽ 20 വർഷക്കാലം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ സർവേ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ വീടുകളിൽ കയറി നടത്തുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 6-ാം തീയതി ബഹുമാനപ്പെട്ട MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ആരംഭിച്ചു. ഈ ജൂലൈ 14-ഓടുകൂടി 15 ഗ്രാമ സെമിനാറുകൾ പൂർത്തീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ MP അശോക് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ, V കുട്ടൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ജില്ലയിലെ കൗമാര പ്രതിഭകൾക്കായി സംസ്കൃതി പുല്ലൂർ ചെറുകഥാ പുരസ്കാരം ഏർപ്പെടുത്തും. P കോമൻ മാസ്റ്ററുടെ സ്മരണക്കാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ കൗമാര പ്രതിഭകൾക്കായാണ് സംസ്കൃതി പുല്ലൂർ ചെറുകഥാ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. പുല്ലൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ നിറസാന്നിധ്യമായിരുന്ന യശശരീരനായ V കോമൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കൗമാര സാഹിത്യ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 5000 രൂപയും പ്രശസ്തി പത്രവുമായിരിക്കും അവാർഡിനായി നൽകുക. 1997 ജനുവരി 1-ന് ശേഷം ജനിച്ചവരെ മാത്രമാണ് അവാർഡിന് പരിഗണിക്കുക. മലയാളത്തിൽ എഴുതപ്പെട്ട മൗലിക രചനകളാണ് അവാർഡിനായി സമർപ്പിക്കേണ്ടത്. സാഹിത്യരംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന അവാർഡ് നിർണയ സമിതിയാകും അവാർഡ് നിശ്ചയിക്കുക. അവാർഡിനർഹമായ രീതിയിൽ നിലവാരമുള്ള ചെറുകഥ അവാർഡ് നിർണായക സമിതിക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പക്ഷം പ്രോത്സാഹന പുരസ്കാരം എന്ന നിലയിൽ മെച്ചപ്പെട്ട 5 രചനകൾക്ക് 1000 രൂപ വീതവും പ്രശസ്തി പത്രവും നൽകുന്നതാണ്. 2015 സെപ്റ്റംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ചായിരിക്കും അവാർഡ് നൽകുക. വിദ്യാഭ്യാസവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ മികച്ച ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ അവാർഡുകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. നിരവധി അവാർഡുകൾ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകിപ്പോരുന്നു. അത് അക്കാദമിക രംഗത്തായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും ഇതര സംഘടനകളായാലും നിരവധി അവാർഡുകൾ നൽകിപ്പോരുന്നു. അവാർഡിന് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ചെറുകഥയുടെ കയ്യെഴുത്ത് പ്രതിയുടെ 4 കോപ്പികൾ പ്രത്യേകം തയ്യാറാക്കിയ ബയോഡാറ്റ സഹിതം 2015 ആഗസ്റ്റ് 10-നകം സമർപ്പിക്കേണ്ടതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് P ജനാർദ്ദനൻ, സെക്രട്ടറി K ശശിധരൻ, അത്തിക്കാൽ കുഞ്ഞിക്കണ്ണൻ,
MV നാരായണൻ, B രത്നാകരൻ എന്നിവർ സംബന്ധിച്ചു. മധുരങ്കൈ സാംസ്കാരിക നിലയം കെട്ടിടോദ്ഘാടനം നടന്നു. നഗരസഭ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മധുരങ്കൈയിൽ വനിതാ സാംസ്കാരിക കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം എല്ലാ വാർഡുകളിലും ഇതുപോലെ സാംസ്കാരിക നിലയങ്ങൾ, അത് ജനപ്രായം അല്ലെങ്കിൽ വനിതാ സാംസ്കാരിക നിലയങ്ങൾ ഏകദേശ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ സാധിക്കുകയും അതിലൂടെ ഒരു വാർഡിൽ ഒരു പൊതു കേന്ദ്രം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നൂറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശോഭ, T. കുഞ്ഞികൃഷ്ണൻ, V. ശബരീശൻ, അനിൽ വാഴുന്നൂറടി, സരോജിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യം ഗൃഹസന്ദർശനം തുടങ്ങി. പഞ്ഞക്കർക്കിടകത്തിലെ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം ഉത്തര കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു റിപ്പോർട്ട്. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കുട്ടിത്തെയ്യങ്ങൾ ഗൃഹസന്ദർശനം തുടങ്ങി. പ്രത്യേക ക്ഷേത്രങ്ങളോ കാവുകളോ ഇല്ലാത്ത ആടിവേടൻ അഥവാ ഗളിഞ്ചൻ എന്ന കുട്ടിത്തെയ്യം അർജുനന്റെ പ്രതിരൂപമായാണ് കെട്ടിയാടുന്നത്. കയ്യിൽ ഓലക്കുടയും ചെണ്ടയുടെ അകമ്പടിയോടെ ഗൃഹസന്ദർശനത്തെത്തുന്ന ഈ തെയ്യത്തെ ഭക്തിയാദരപൂർവ്വമാണ് വീട്ടുകാർ സ്വീകരിക്കുന്നത്. കർക്കിടകം 1 മുതൽ 31 വരെയാണ് കുട്ടിത്തെയ്യം വീടുകളിലെത്തുന്നത്. അതേസമയം തെയ്യം കെട്ടാൻ കുട്ടികളെ കിട്ടാത്തത് മൂലം കുട്ടിത്തെയ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിലാണ് കുട്ടിത്തെയ്യം കെട്ടുന്നത്. തുളു മേഖലയിൽ ഗളിഞ്ചൻ എന്നും മറ്റ് സ്ഥലങ്ങളിൽ ആടിവേടൻ എന്നുമാണ് ഈ തെയ്യത്തെ അറിയപ്പെടുന്നത്. ಆಟಿತಾಂಜಿ ಎಂಕ್ಲ ಸುಮಾರು ವರ್ಷ ಅಂಕ್ಲ ಪೋಂದುಲ್ಲ ಅಂಚನೆ ಪಪ್ಪ ಪೋಂತಿರ ಅಂಚೆನಿತ ಪೋಂದುಲ್ಲನೆ ಅಂಚೆ ಈ ಆಟಿತ ಈ ಊರುತ ಮಾರಿನ ಮಾತದ ಎತ್ತದ ಎಂಕ್ಲ ಅಲ್ಪ ತರವಾಟ ಎಂಕ್ಲ ಬಲ್ಸೇರುಂಡು ಬಲ್ಸದು ಈ ಊರು ತಕ್ಕಲ ಇನ್ನು ಇಂಚಿನ ಎತ್ತಲ್ಲ ದೋಸೆ ಎತ್ತಲ್ಲ ಇನ್ನು ಪರಿಹಾರ ಮಾಡ್ತದೆ ಒಂಜಿ ಆಟಿತಂಜಿ ಒಂಜಿ ಕಳಂಜಾನಂಜಿ ವರ್ಷ ಎಂಕ್ಲ ಮಾಡ್ಕೊಂಡು ಅಂತ ಎಂಕ್ಲ ಮಾಡ್ತಂದುಲ್ಲ. ಇನ್ನೊಂದು ದಿವಸ ಈ ಆಟಿತಂಜಿಗಳು ಮಾರಿ ಬೀದಿ ಮತ್ತೆ ಪೋಯರ ಮಾಡ್ತಾ ಮಾತ್ರ ಈ ತರವಾಡ ತಕ್ಕಲ ಇಲ್ಲ ತರವಾಡ ಮುಂದುಂಬ ತರವಾಡ ಹೋಗ್ನೆ ಬುಕ್ಕ ತಾಣ ಹೋಗ್ತು ತರವಾಡ ಹೋಗ್ತು ಬುಕ್ಕ ಈ ಊರಿತ ಮಾರಿ ಮದ ದೂರ ನೀಕೆರೆ ಮಾಡುದು ಈ ಎಂಚ ಕಡಲು ಕೊಂಡು ತಿಂಕದು. യുവാക്കളുടെ കർമ്മശേഷി കണ്ടെത്താൻ ജില്ലാ യുവജന കേന്ദ്രം ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. യുവജനങ്ങളുടെ കർമ്മശേഷിയെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ നന്മക്കായി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന യുവജന ബോർഡിന്റെ ജില്ലാ യുവജന കേന്ദ്രം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. സഹായം എത്തിക്കേണ്ട ആളുകളിലെ ആവശ്യകതയൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെ ഓടിയെത്തുക തുണികൾക്കുള്ള ചെറുപ്പക്കാർ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴും അവർക്ക് ഏതൊക്കെ സഹായങ്ങൾ ആത്യന്തികമായും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമുക്കറിയാമെങ്കിലും അവരിലേക്ക് ആ കാര്യങ്ങൾ എത്തപ്പെടുന്നില്ല എന്നുള്ളത് സർക്കാർ നൽകുന്ന പലവിധ സഹായങ്ങൾ യഥാർത്ഥ അർഹരായവരിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ ഒരു പ്രചരണാർത്ഥവും കൂടിയാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിനോദൻ പൃഥ്വിയിൽ അധ്യക്ഷനായി. യുവജന സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതി എന്ന വിഷയത്തിൽ S. സജിത് കുമാർ ക്ലാസ് എടുത്തു. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ K. T. ശേഖർ, സാമൂഹ്യനീതി ഓഫീസർ P. നാരായണൻ, സുധീപ് അറുകര എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അരയി നാരായണൻ ഗുരുക്കൾ സ്മാരക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം തുടങ്ങി. നാരായണൻ ഗുരുക്കൾ അനുസ്മരണ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും നടന്നു. അരയി നാരായണ ഗുരുക്കൾ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ നാരായണൻ ഗുരുക്കൾ അനുസ്മരണ പരിപാടിയുടെ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. രാമായണ മാസാചരണവും തുടങ്ങി. സംപൂജ്യ സ്വാമിജി ബോധചൈതന്യ പ്രഭാഷണം നടത്തി. അരയി സ്കൂൾ ഹെഡ് മാസ്റ്റർ കൊടക്കാട് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥലത്തിലെ കേരളക്കാരനെ ഇതിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായി
ചടങ്ങിൽ പി ദാമോദര പണിക്കർ അധ്യക്ഷനായി. വി ഗോപാലകൃഷ്ണ പണിക്കർ, പി ബാബു പണിക്കർ, പി വി നാരായണൻ മോനാച്ച തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങൾക്കെതിരെ ഹോമിയോ വകുപ്പ് പ്രാദേശിക പ്രതിരോധ ക്യാമ്പുകൾ തുടങ്ങി. പകർച്ചപ്പനിക്കെതിരെ അഡോട്ട് ജോളി യൂത്ത് സെന്റർ കാഞ്ഞങ്ങാട് IHKയുടെ സഹകരണത്തോടെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്ലബ് പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷനായി. എം പൊക്ലൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, VP പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ രീതിയിൽ പനി നമ്മളെല്ലാം ആക്രമിച്ചിരിക്കുക. ശരിക്കും പനി വന്നാൽ അത്ര അധികം പേടിക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്കൊന്നും പനി വന്നാൽ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നു. ഡോക്ടർ MS പീതാംബരൻ, ഡോക്ടർ നിതാന്ത് ബൽറാം, ഡോക്ടർ ഹാരിസൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വമേകി. പുസ്തകങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ കേന്ദ്രം മാത്രമായി ഗ്രന്ഥശാലകൾക്ക് ഇനി അധികകാലം തുടരാനാകില്ലെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PVK പനയാൽ. വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള ആദ്യ താലൂക്ക് പ്രവർത്തക സംഗമമായിരുന്നു വെള്ളരിക്കുണ്ടിലേത്. പുതിയ കാലമുയർത്തുന്ന വായനാ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകർ പൂർണ്ണ സജ്ജരാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PVK പനയാൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യർ ഓരോ ഘട്ടങ്ങളിലും തിരിഞ്ഞു നോക്കാറുണ്ട്, തിരിഞ്ഞു ഓർക്കാറുണ്ട്. അതുപോലെ പ്രസ്ഥാനത്തിനും അതിൻ്റെതായ ഭൂതകാലമാണ്. മുമ്പോട്ടുള്ള ഒരിക്കലും ഈ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ വളരെ സഹായകരമാണ്. അപ്പോൾ പലപ്പോഴും ഈ യോഗങ്ങളിൽ നാം നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു കാലത്തിലേക്കുള്ള ഒരിക്കലിന്റെ ശക്തി അംഗീകരിക്കാൻ വേണ്ടിയാണ്. ലൈബ്രറി കൗൺസിലിനെ 70 വർഷം. വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ, T രാജൻ, ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് സെക്രട്ടറി AR സോമൻ സ്വാഗതവും മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ഖായിദ മില്ലത്ത് സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം. ഇന്ത്യൻ നാഷണൽ ലീഗ്, നാഷണൽ യൂത്ത് ലീഗ്, കോട്ടപ്പുറം നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും ഭക്ഷണ വിതരണം നടത്തി. ഇവിടങ്ങളിൽ നിർധനരായ യാത്രക്കാർക്കും അഗതികൾക്കുമാണ് ഭക്ഷണപ്പൊതികൾ നൽകിയത്. KP മൊയ്തു ഇവർക്ക് ഭക്ഷണപ്പൊതികൾ കൈമാറി. അരിഞ്ചിറ ഷംസുദ്ദീൻ, റസാഖ് പുഴക്കര, മമ്മു കോട്ടപ്പുറം, ഷാഫി ഉഗ്രാണി, TP സിദ്ദിഖ്, ഷാനി അമീർ, നൌഫൽ ആനച്ചാൽ, അബ്ദുള്ള, ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കഴിഞ്ഞ റമസാൻ മാസത്തിൽ മില്ലത്ത് സ്വാന്തനം എന്ന പദ്ധതിയുടെ ഭാഗമായി റംസാൻ റിലീഫ് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പെരുന്നാൾ ദിവസത്തിൽ പാവപ്പെട്ട രോഗികളെ അവരുടെ ആശുപത്രി കിടക്കയിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ ലീഗ് കോട്ടപ്പുറം ശാഖാ കമ്മിറ്റിയുടെയും കോട്ടപ്പുറത്തെ പ്രശസ്തനായ നാഷണൽ FC ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കൻ കേരളത്തിൽ മഴ കനത്തു, തീരപ്രദേശങ്ങൾ വെള്ളത്തിൽ. ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഡീഷണൽ SI നാരായണ നായിക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കാസർഗോഡ് പള്ളത്തൂർ പാലത്തിലാണ് നാരായണ നായിക്ക് ഒഴുക്കിൽപ്പെട്ടത്. RSSനെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുൻ അഖിലേന്ത്യാ പ്രചാരക് സുധീഷ് മിന്നി. പുല്ലൂർപെരിയയിൽ സുശീല ഗോപാലൻ ഹൌസിംഗ് കോളനിയിൽ കുടിൽ കെട്ടിയവർക്ക് നമ്പർ കിട്ടിയില്ലെന്ന ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്.
മടിക്കൈ പഞ്ചായത്ത് വികസന സെമിനാർ 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.